നമസ്കാരം. ശരീരത്ത് ടാറ്റു ചെയ്യുക അഥവാ പച്ച കുത്തുക എന്നത് യുവതലമുറയ്ക്ക് ഏറെ ഹരമുള്ള കാര്യമാണ്. ഇന്നത് ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞു. എന്നാൽ മുതിർന്നവർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ടാറ്റു കുത്താൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പച്ച കുത്തുന്നതിന്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പലരും ഇത്തരം വിലക്കുകളുമായി എത്തുന്നത്. എന്നാൽ ഇനി മുതൽ ടാറ്റു കുത്താൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും മറ്റും സമ്മതം ലഭിക്കാനുതകുന്ന പുതിയൊരു ഗവേഷണ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ടാറ്റു കുത്തുന്നതിലൂടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നതാണ് ആ പഠനഫലം. യുഎസിലെ അലബാമ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ക്രിസ്റ്റഫർ ഡീലിൻ ആണ് ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ഇവരുടെ ഈ ഗവേഷണ ഫലം അമേരിക്കൻ ജേണൽ ഓഫ് ഹ്യൂമൻ ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ടാറ്റുകൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുമെന്നും അങ്ങനെ ടാറ്റു ചെയ്യുന്നതിന് മുമ്പുള്ളതിനേക്കാൾ അണുബാധകളെ ചെറുക്കാനുള്ള കഴിവ് ടാറ്റു കുത്തിയ ശേഷം ശരീരത്തിന് കൈവരുമെന്നും അതിലൂടെ ശരീരം മുമ്പത്തേക്കാൾ ആരോഗ്യം നേടുമെന്നുമാണ് ഈ പഠനം തെളിയിക്കുന്നത്. ഈ പഠനത്തിനായി ഗവേഷകർ ടാറ്റു ചെയ്യുന്നതിന് മുമ്പും ശേഷവും അതിനായി ഇറങ്ങിത്തിരിച്ച ആളുകളിൽ നിന്നും ഉമിനീർ സാമ്പിളുകൾ ശേഖരിച്ചു. ഈ പരീക്ഷണത്തിൽ പങ്കെടുത്തവർ എത്ര ടാറ്റുകൾ കുത്തിയിട്ടുണ്ടെന്നും അവരുടെ ടാറ്റു കുത്തിയ പ്രക്രിയയ്ക്ക് എത്ര സമയമെടുത്തുവെന്നും ഗവേഷകർ ശ്രദ്ധിച്ചു. തുടർന്ന് ഈ ശാസ്ത്രജ്ഞർ സാമ്പിളുകൾ വിശകലനം ചെയ്ത് ദഹനനാളത്തെയും ശ്വസന വ്യവസ്ഥയെയും സ്വാധീനിക്കുന്ന ഒരു ആന്റിബോഡിയായ ഇമ്മ്യൂണോഗ്ലോബുലിൻ എയുടെയും ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രതികരണത്തെ അടിച്ചമർത്താൻ കഴിയുന്ന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെയും അളവളന്നു. ഈ വിശകലനത്തിലൂടെ അവർ കണ്ടെത്തിയത് ആദ്യമായി ടാറ്റു ചെയ്യുന്നവരിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എയുടെ അളവ് തുടക്കത്തിൽ ഗണ്യമായി കുറഞ്ഞുവെന്നാണ്. അക്കാര്യം ഗവേഷകർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ടാറ്റു ചെയ്യുന്ന പ്രക്രിയയിൽ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിക്കുന്നതിനാൽ അത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. എന്നാൽ ആദ്യമായി ടാറ്റു ചെയ്തവരിൽ നിന്നും വ്യത്യസ്തമായി മുമ്പ് ടാറ്റു ചെയ്തവരിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഉടനടി കുറയുന്നത് കണ്ടെത്താനായില്ല. തൽഫലമായി ടാറ്റു ചെയ്യുന്നത് അവരുടെ ശരീരത്തെ കൂടുതൽ ശക്തമാക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി. രോഗപ്രതിരോധ ശാസ്ത്രപരമായി പറഞ്ഞാൽ ടാറ്റു കുത്തുന്നത് വഴി ദീർഘകാലത്തേക്ക് അത് ചെയ്യുന്ന വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടും. ഗവേഷകനായ ക്രിസ്റ്റഫർ ഡീലിൻ പറയുന്നത്, ടാറ്റു ചെയ്തതിനു ശേഷമുള്ള ആരോഗ്യാവസ്ഥ നമ്മുടെ ശരീരം വ്യായാമത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന് സമമാണെന്നാണ്. അതായത് വ്യായാമം ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അത് ശരീരത്തെ കൂടുതൽ ശക്തമാക്കാനും ഉപകരിക്കും. നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുന്തോറും നമ്മുടെ ശരീരം ആ സമ്മർദ്ദവുമായി പൊരുത്തപ്പെടുകയും അതിനോട് നന്നായി പ്രതികരിക്കുകയും ചെയ്യുന്നു. ടാറ്റു ചെയ്യുന്നതിന്റെ കാര്യവും ഇതുതന്നെയാണ്. ആദ്യമായി ചെയ്യുന്നവർക്ക് അത് ഏറെ സമ്മർദ്ദം പ്രദാനം ചെയ്യുകയും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യുമ്പോഴും ഒന്നിലേറെ തവണ ടാറ്റു കുത്തുന്നത് വഴി ശരീരം അതിനോട് പൊരുത്തപ്പെടുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. വ്യായാമം ചെയ്യുമ്പോഴും ടാറ്റു കുത്തുമ്പോഴും ശരീരം സമ്മർദ്ദത്തിലാകുമ്പോൾ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ രോഗപ്രതിരോധ പ്രതികരണത്തെ അടിച്ചമർത്തുന്നു. വ്യായാമം പോലെ തന്നെ ടാറ്റു കുത്തുന്നതും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ചർമ്മത്തിലെ സമ്മർദ്ദത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അതിന്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുകയോ പ്രതിരോധം വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ജലദോഷം പോലുള്ള നിസ്സാര അനാരോഗ്യ അവസ്ഥകളെ വരെ ചെറുക്കാൻ ശരീരം പ്രാപ്തമാകുന്നു. ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ക്രിസ്റ്റഫർ ഡീലിൻ വിശദീകരിക്കുന്നു. അതേസമയം ടാറ്റു ചെയ്യുന്നതിൽ ചില ആരോഗ്യപരമായ അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചർമ്മത്തിൽ ചില പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാവുക, പാടുകൾ നിലനിൽക്കുക എന്നിവ അത്തരത്തിൽ പെടുന്നവയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള അനന്തരഫലങ്ങൾക്ക് പുറമെ ആരോഗ്യ ഗുണങ്ങളും ടാറ്റു ചെയ്യുന്നതിൽ ഉണ്ടെന്നതാണ് പുതിയ പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു കണ്ടെത്തൽ പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രം ടാറ്റു കുത്തൽ സ്ഥിരമാക്കേണ്ട എന്നും ക്രിസ്റ്റഫർ ഡീലിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.